അങ്ങനെ ന്യൂ ഇയർ നൈറ്റൊക്കെ വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ച് നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലേ. ഞങ്ങൾ ഫയർവർക്സ് കാണാൻ പോയിട്ടുണ്ടായിരുന്നത് അൽസീഫിലേക്കായിരുന്നു കേട്ടോ. അൽസീഫ് എന്ന് പറയുമ്പോൾ നമുക്ക് റൂമിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷവും അങ്ങോട്ട് തന്നെയാണ് പോയത്. ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഫയർവർക്സ് ഒരുപാട് സ്ഥലത്ത് നടക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടൊക്കെ എത്തിപ്പെടുക എന്ന് പറയുന്നത് വളരെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്തിനാ വെറുതെ ഇതിപ്പോ നമുക്ക് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. ഇവിടെ എന്താണ് വളരെ ദൂരെ നിന്നും കുറെ ആളുകളൊക്കെ ഇങ്ങോട്ടും വരാറുണ്ട്. അത്യാവശ്യം നല്ല ക്രൗഡഡ് തന്നെയായിരുന്നു. പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ ന്യൂ ഇയർ വൈബൊക്കെ എൻജോയ് ചെയ്ത് വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ്. കറക്റ്റ് 12 മണിക്ക് 10 മിനിറ്റ് ഉള്ളപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ അവിടെ എത്തുമ്പോഴേക്കും ഫയർ വർക്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഒരു ജനസാഗരം തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മളങ്ങ് ഒത്തിരി ബാക്കോട്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇവിടുന്നാണ് പിന്നെ നമ്മളെ പ്ലാൻ ബി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് റൂമിൽ കേക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആതിര പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ ഈ ഒരു വൈബിൽ തന്നെ ഇവിടുന്ന് കേക്ക് മുറിച്ചിട്ട് അങ്ങ് പോവാം. എന്നിട്ട് ഫുഡ് ഇവിടുന്ന് പാർസൽ വാങ്ങിയിട്ട് ഇവിടുന്ന് കഴിച്ചിട്ട് അങ്ങ് പോവാന്നുള്ളത് കേട്ടോ. അത് വളരെ നല്ലൊരു തീരുമാനമായിട്ട് പിന്നെ ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ആ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് പുരുഷന്മാരെല്ലാം കൂടെ കേക്ക് എടുക്കാനും ഫുഡ് വാങ്ങിക്കാനും വേണ്ടി റൂമിലേക്ക് പോയി. നമ്മൾ സ്ത്രീകളും കുട്ടികളും നേരെ അൽസീഫിലേക്ക് നടന്നു കേട്ടോ. ആടാണെങ്കിൽ ലൈറ്റ് വർക്ക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റി.
സമയം കൂടുന്നതിനനുസരിച്ച് അത്യാവശ്യം നല്ല തണുപ്പും നല്ല മഞ്ഞും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലം ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. വാട്ടർ ടാക്സി സർവീസ് ഒക്കെ അപ്പോഴും നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആളുകളൊക്കെ വളരെ ചില്ല് ചെയ്തിട്ട് എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. ലൈറ്റ് വർക്ക്സ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ട് അലങ്കരിച്ച മറ്റൊരു ഏരിയ ആണ് ഇത് കേട്ടോ. ഇവിടുന്ന് നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ഞാൻ എൻ്റെ വീഡിയോഗ്രാഫിയിൽ മുഴുകിപ്പോയത് കൊണ്ട് തന്നെ ആതിരയും ശ്രീക്കുട്ടിയും വേറെ വഴിക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ മിസ്സിംഗ് ആയ കാര്യം പറയുന്നത്. അപ്പൊ ഞാൻ പിന്നെ അവരെ ഫോണൊക്കെ ചെയ്ത് കണ്ടുപിടിച്ച് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടൊക്കെ കണ്ടെത്തി. ഇനി നമ്മൾ നമ്മുടെ കലാപരിപാടിയിലേക്ക് കിടക്കുകയാണ്. വെളിച്ചത്തിന്റെ നല്ല കുറവുണ്ട്. ഇവിടെ വെളിച്ചത്തിന് നല്ല കുറവുണ്ട്. പക്ഷെ അപാരമായ ഒരു സീനറിയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ഫ്രണ്ട് ക്യാമറേനേക്കാളും കൂടുതൽ ബാക്ക് ക്യാമറയിലാണ് അതിന്റെ ഭംഗി മനസ്സിലാകുന്നത്. കേക്ക് വലിയ ടേസ്റ്റ് ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇത് ഫ്രീസറിൽ വെച്ച് ഇപ്പൊ എടുത്തിട്ട് കൂടുതൽ കട്ടയായി പോയി. എന്നാലും ഒപ്പിക്കാം നമുക്ക്. പൊറോട്ട തിന്നോ? നന്റേതാ, നമുക്കിനി വേറെ ഒന്നുമില്ല. ഓക്കെ, അങ്ങനെ ഫുഡൊക്കെ കഴിച്ച സമയം ഇപ്പോൾ 2:30 ആയിട്ടോ. സെക്യൂരിറ്റി വന്ന് പറഞ്ഞു എല്ലാം ക്ലോസ് ആയി, എല്ലാവരും പോയി എന്നുള്ള കാര്യം. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എന്തായാലും ഈ ഒരു ന്യൂ ഇയർ നൈറ്റ് വളരെ ഗംഭീരമായി തന്നെ ആഘോഷിച്ചു, നമ്മൾ എൻജോയ് ചെയ്തു. വളരെ മെമ്മറബിൾ ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് ആയിരുന്നു. പിന്നെ ആതിരയ്ക്കൊക്കെ നന്നായിട്ട് തണുത്ത് വിറയ്ക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഒരു പ്ലാൻ നമ്മളെ ലിസ്റ്റിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആരും അങ്ങനെ പ്രിപ്പയർഡ് ആയിട്ടൊന്നുമല്ല വന്നത്. ജാക്കറ്റ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഫയർ വർക്ക്സ് കണ്ട് പോകാന്നുള്ളൊരു രീതിക്കാണല്ലോ വന്നത്. അങ്ങനെ നമ്മളിതാ പോവാണ്. അപ്പോൾ പുതിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെന്താ, ഇനി പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.